ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. ഇന്നാണ് നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ഫിസിക്സിൻ്റെ മോഡൽ എക്സാം. നിങ്ങളുടെ ഇത്ര നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലം നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന പരീക്ഷയാണ് ഇന്നത്തേത്. സോ ഈ പറയുന്ന മോഡൽ എക്സാമിന് അതിലുപരി കുറച്ച് പ്രാധാന്യങ്ങളുണ്ട്. ഒന്നാമത്തെ പരീക്ഷയാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. സോ ഫിസിക്സ് എങ്ങനെ നിങ്ങൾ പെർഫോം ചെയ്യുന്നു എന്നതിലിരിക്കുന്നു ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ ഗംഭീരമായി തന്നെ ഫിസിക്സ് പരീക്ഷ എഴുതുക. അതേ കോൺഫിഡൻസോടുകൂടി തന്നെ ബാക്കിയുള്ള എക്സാംസിനെയും നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ഇനി നിങ്ങൾ പരീക്ഷാ ഹാളിലോട്ട് കയറി ചെല്ലുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താൻ പോകുന്നത്. ശ്രദ്ധിച്ച് കംപ്ലീറ്റ്ലി ഈ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം കുട്ടികളെയും കുഴപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാനിടയുള്ള, നിങ്ങൾ ഇന്നേ വരെ കാണാത്ത കുറച്ച് NCERT എക്സാമ്പിൾ ആൻഡ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കാരണം ആ ചോദ്യങ്ങൾ കാണുമ്പോൾ അറിയുന്ന ചോദ്യങ്ങൾ വരെ, അറിയുന്ന ഡെറിവേഷൻസ് വരെ പതറിപ്പോയിട്ട് പ്രോപ്പർലി എഴുതാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പല കുട്ടികളും എത്തിച്ചേരാറുണ്ട്. സോ അതിൽ ഏറ്റവും നിസാരമായ അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് നൽകി തന്നു കഴിഞ്ഞു. അഥവാ നമ്മുടെ സൂപ്പർ 60 എടുത്താലും 100 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്താലും ബൂസ്റ്റർ എടുത്താലും ഇതിനകത്ത് പരമാവധി NCERT എക്സാമ്പിൾ ആൻഡ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ ആ ചോദ്യങ്ങൾ അതേപടി നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കാരണം NCERT ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂസ് പോലും ചോദ്യ പേപ്പറിൽ വരുമ്പോൾ മാറുകയില്ല. അതേ വാല്യൂസ്, അതേ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഡിക്റ്റോ റിപ്പീറ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. സോ അതിനെപ്പറ്റി ആലോചിച്ച് വേവലാതിപ്പെടേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല കുട്ടികളും എക്സാം ഹാളിൽ നിന്ന് പുറത്ത് വന്നിട്ടാണ് പലപ്പോഴും പറയാറുള്ളത്, സാറേ ആ ചോദ്യം ഞാൻ നേരാവണ്ണം വായിച്ചില്ല, അതിൽ ഈ പറയുന്ന ഗിവൺ ഡാറ്റ ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ തെറ്റിപ്പോയി, അതിൻ്റെ യൂണിറ്റ് കൺവേർഷൻ ഞാൻ കൃത്യമായി ചെയ്തില്ല, അതുകൊണ്ട് ഫൈനൽ ആൻസർ തെറ്റിപ്പോയി, ഫൈനൽ ഉത്തരത്തിൽ ഞാൻ യൂണിറ്റ് എഴുതിയിട്ടില്ല. അങ്ങനെ പല പല പരാതികൾ നിങ്ങൾ പറയാറുള്ളത് എക്സാം ഹാളിൽ നിന്ന് പുറത്ത് വരുമ്പോഴാണ്. മക്കളെ, അതെല്ലാം എക്സാം എഴുതുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന സമയത്തിൽ കൃത്യമായിട്ട് ഒരു തവണയല്ല, 2 തവണയല്ല, ഒരു 3 തവണയെങ്കിലും എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് വായിക്കുക. ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് എന്ന കാര്യം നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് കൃത്യമായി തന്നെ മാർക്ക് ചെയ്യുക. പെൻസിൽ വെച്ച് മാർക്ക് ചെയ്താൽ മതി. പെന്ന് വെച്ച് മാർക്ക് ചെയ്താൽ ഇൻവിജിലേറ്റർ നേരെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് പോകും. റൈറ്റ്. സോ അതിനാൽ തന്നെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ കൂൾ ഓഫ് ടൈമിൽ തന്നെ മാർക്ക് ചെയ്യുക. പിന്നെ പല കുട്ടികളുടെയും മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, സാറേ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ എനിക്ക് പാളിപ്പോവാറുണ്ട്. ഒന്നാമത്തെ 1 മാർക്കിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഷീറ്റ് എടുക്കുമ്പോൾ തന്നെ പല ചോദ്യങ്ങളും എനിക്ക് അറിയാത്ത ചോദ്യങ്ങളാവാറുണ്ട്. സോ അതിനാൽ തന്നെ ബാക്കിയുള്ള 2-3 മാർക്കിൻ്റെ കാറ്റഗറി ക്വസ്റ്റ്യൻസ് പലതും എനിക്ക് പ്രോപ്പർലി പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു പരാതി പലരും പറയാറുണ്ട്. അഥവാ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത, നമ്മൾ സ്ഥിരമായിട്ട് കാണാത്ത, കുഴപ്പിക്കുന്ന 1-2 ചോദ്യങ്ങൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പോസിബിലിറ്റി ഉണ്ട്. സോ അത് നമുക്കൊന്ന് ഓവർകം ചെയ്യാൻ ഒരു കുഞ്ഞു സൊല്യൂഷൻ പറയട്ടെ. ക്വസ്റ്റ്യൻ 1 മുതൽ വായിച്ച് തുടങ്ങാതെ നേരെ പുറകിൽ നിന്ന് വായിച്ച് തുടങ്ങിക്കണം മക്കളെ. നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടുതലായിട്ട് കിട്ടും. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വലിയ വലിയ ഡെറിവേഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് വലിയ വലിയ ഭാരിച്ച ഡെറിവേഷൻസ്, ഇപ്പോൾ മൂവിങ് ചാർജസ് ആണെങ്കിൽ ബയോട്ട്-സാവേർട്ട്സ് ലോ, അല്ലെങ്കിൽ ആംപിയർ സർക്യൂട്ടൽ തിയറത്തിൻ്റെ അപ്ലിക്കേഷൻസ്, കിർച്ചോഫ് റൂൾ ഓറിയൻറ്റഡ് ആയി വിസ്റ്റം ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ, ഇതൊക്കെ നമ്മൾ ഓരോ ചാപ്റ്ററിന് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അവയെല്ലാം ഉണ്ടാവുക 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ കാറ്റഗറിയിലാണ്. സോ അത് കാണുമ്പോൾ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൂടാൻ സാധ്യതയുണ്ട്. അടുത്തൊരു കാര്യത്തിലോട്ട് കടക്കുന്നു മക്കളെ. പല കുട്ടികളും അടുത്തതായിട്ട് നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു വെച്ചാൽ, സാറേ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൻ്റെ A ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ഫെമിലിയർ ആയ ഒരു ഡെറിവേഷനോ ഒരു കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ അതിൻ്റെ B ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കൽ ആയിരിക്കും. അത് ഞങ്ങൾ ഇന്നേ വരെ കാണാത്തതായിരിക്കും. പലപ്പോഴും ഞങ്ങൾ വർക്കൗട്ട് ചെയ്യാത്തൊരു ന്യൂമറിക്കൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഹോൾ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോലും ഞങ്ങൾ പതറിപ്പോവാറുണ്ട്. സോ അതിനൊരു സൊല്യൂഷൻ എന്താണ് മക്കളെ? വളരെ നിസ്സാരമായ സൊല്യൂഷനാണ്. A ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റബിൾ ആയ ന്യൂമറിക്കൽ തന്നെയായിരിക്കും Bയിൽ നിങ്ങൾ കാണാനിടയുള്ളത്. അല്ലാതെ വേറൊരു ടോപ്പിക്കിന് എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയ ഒരു ന്യൂമറിക്കൽ ആവാൻ ഒരു പോസിബിലിറ്റിയും ഇല്ല. സോ A ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇക്വേഷൻസ് എല്ലാം നിങ്ങളുടെ തലക്കകത്ത് ഓൾറെഡി ഉണ്ടാവും. സോ ആ ഇക്വേഷൻ സിംപ്ലി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഗിവൺ ഡാറ്റാസ് എഴുതി വെക്കുക. നിങ്ങൾക്കറിയുന്ന ഇക്വേഷനിൽ ആ ഗിവൺ ഡാറ്റാസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഉറപ്പാണ് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒന്ന് എഴുതി പിടിപ്പിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പർ സൊല്യൂഷനിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഇത് നിങ്ങൾ ഈ വരുന്ന മോഡൽ എക്സാമിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പാണ് അത് എഫക്റ്റീവായി തന്നെ ഇരിക്കും. റൈറ്റ്. അടുത്ത കാര്യം, ഏറ്റവും അവസാനത്തെ കാര്യം, മോഡൽ എക്സാം എന്ന് പറയുന്ന അവസാന വാക്കൊന്നുമല്ല മക്കളെ. ഇതിന് ശേഷം ഒരു 15 ദിവസത്തെ കാലയളവിന് ശേഷം നിങ്ങളുടെ ബോർഡ് എക്സാം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. മോഡൽ എക്സാം എന്ന് പറയുന്നത് ബോർഡ് എക്സാമിന് മുൻപ് നിങ്ങളെ എത്രത്തോളം തയ്യാറാക്കി എന്ന് നിങ്ങൾക്ക് വിലയിരുത്താനുള്ള ഒരു പരീക്ഷ മാത്രമാണ്. അതിനെ പക്ഷേ സീരിയസ്നെസ്സോടുകൂടി കാണണമെന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു വെച്ചാൽ, നിങ്ങളെ അളക്കുകയാണ് മോഡൽ എക്സാമിലൂടെ ചെയ്യുന്നത്. സോ ആ ഒരു
സീരിയസ്നെസ്സോടുകൂടി തന്നെ അപ്രോച്ച് ചെയ്യുക. പക്ഷേ ഇതല്ല അവസാന വാക്കെന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പാളിച്ചകൾ വരുത്തിയെങ്കിൽ അത് മറികടക്കാൻ ഒരു അവസരം കൂടിയുണ്ട്, ഒരു ഊഴം കൂടിയുണ്ട്, ഒരു രണ്ടാം ഊഴം നമ്മളെ കാത്തിരിപ്പുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. അല്ലാതെ ഇതിലേതെങ്കിലും ഒരു ചോദ്യം ഉത്തരം കിട്ടിയില്ലെങ്കിൽ, ഇതിലേതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിച്ചില്ലെങ്കിൽ, അയ്യോ എന്നെ കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ല എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ആദ്യം എടുത്തു മാറ്റുക. അങ്ങനെ ഒന്നുമില്ല. ഇവിടെ വരുത്തിയ പിഴവുകളെല്ലാം നമുക്ക് 10 ദിവസം കൊണ്ട് തിരുത്തിയിട്ട് ബോർഡ് എക്സാമിന് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. അതിനൊന്നും ഇടവരുത്താതെ മോഡൽ എക്സാമിന് തന്നെ കേരളത്തിലുള്ള മുഴുവൻ മക്കൾക്കും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ എഫേർട്ടിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും മക്കളെ. സോ അതിനുവേണ്ടി തന്നെയാണ് ഇത്രയും നാൾ രാവും പകലുമില്ലാതെ 2 മണി വരെയും പുലർച്ചെ വരെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ക്ലാസ്സുകൾ എടുത്തത്. സോ അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഉത്തരക്കടലാസ് കാണുമ്പോൾ കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.